ആര് ചെയ്തു എന്നും എല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടും റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു നിന്ന മന്ത്രി അല്ലെങ്കിൽ ആരോഗ്യവകുപ്പോ ഒരു തരത്തിലുള്ളൊരു പരിഹാരം അതിനൊരു തുടർച്ചയായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ അവസാനം പറയുന്ന ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിച്ചോട്ടെ. കോടതിയിലൊരു കേസ് എത്തിയാൽ എത്രത്തോളം കാലം അതിന് കാലതാമസം എടുക്കും നമുക്കറിയാലോ. അപ്പോൾ ഇത്രയും ദുരിതങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഒരു രോഗിയായി തുടരുന്ന എനിക്കൊരു എന്തെങ്കിലും തരത്തിലൊരു ചികിത്സാ സഹായമെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് എന്തെങ്കിലും ചെയ്തു എന്നവർക്ക് അഭിമാനത്തോടെ പറയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു തരൂല എന്നുള്ളത് പറയാനുള്ളൊരു മാന്യതെങ്കിലും ആരോഗ്യമന്ത്രി കാണിക്കേണ്ടിയിരുന്നു. എന്നിട്ടിപ്പോൾ വന്ന് പറയുകയാണ് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഇത്രയും ഇനിയിപ്പോൾ അവർ പറയുന്നു 2017 നടന്ന സർജറിയിലാണോ എന്ന് അവർക്ക് സംശയമാണ്. നമുക്കൊരു സംശയമില്ല. അനുഭവിച്ച വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് യാതൊരു സംശയവുമില്ല. പോലീസ് അത് തെളിയിച്ചും കഴിഞ്ഞു. പിന്നെ അവർക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി 3 സർജറി 3 ശസ്ത്രക്രിയ 3 സിസേറിയൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് 3 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അപ്പോൾ ഇത് സംഭവിച്ചു എന്നുള്ളതും കത്രിക വയറിനെടുത്തു എന്നുള്ളതൊക്കെ സത്യമാണല്ലോ. അപ്പോൾ അതിനൊരു പരിഹാരം, ഒരു നഷ്ടപരിഹാരം, നമ്മളെ ജീവിതം മുന്നോട്ട് പോകാനുള്ളൊരു പരിഹാരം എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യായിരുന്നല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾ കോടതി തീരുമാനിച്ചോട്ടെ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു വാക്കിനൊരു മാന്യത ഉണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങൾ അത് കണ്ടിരുന്നല്ലോ വാർത്ത. അവർക്ക് ഇനി എന്തൊക്കെയായിരിക്കും, എങ്ങനെ നിങ്ങളുടെ ഒരു സമാന അനുഭവമായിരിക്കുമല്ലോ. അവരെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ സത്യത്തിൽ നല്ല വിഷമമുണ്ട്. ഇങ്ങനെയുള്ള ഓരോ കാര്യം ഇതിപ്പോൾ സമാന സംഭവമാണ്. അല്ലാതെ ഓരോ മെഡിക്കൽ നെഗ്ലിജൻസ് വരുമ്പോൾ ശരിക്കും മനസ്സിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. കാരണം ഇതിനൊരു പരിഹാരം വരൂല എന്നുള്ളത് തന്നെ നമുക്ക് ഇത്രയും കാലം കൊണ്ട് മനസ്സിലായിട്ട് പരിഹരിക്കാൻ അവർ മുന്നോട്ട് വരൂല എന്നുള്ളത്. കാരണം ഇത് ചെയ്തവർക്ക് അനുകൂലമായിട്ട് അവരെ കൂടെ നിൽക്കുക എന്നല്ലാതെ ഇരയോടൊപ്പം എന്നുള്ള തോന്നിപ്പിക്കലോടുകൂടി ഇത് ചെയ്ത ആളുകളോടൊപ്പം അവർ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കാരണം മനസ്സിലായില്ല. നമുക്കിതിനൊരു പരിഹാരം കിട്ടിയേ മതിയാവും. ഇത് വെറുതെ ഒരു സമരത്തിന് ഇറങ്ങി നമുക്ക് എന്തെങ്കിലും കിട്ടണം അതല്ലല്ലോ. ഇത്രയും ദുരിതം അനുഭവിച്ച് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി എത്ര കാലം അനുഭവിക്കണം എന്നുള്ളതിൽ ഇപ്പോൾ ഈ ചേച്ചീൻ്റെ സർജറി ചെയ്തതിൽ ഒരു പ്രതികരണം, ഒരു ഡോക്ടറിൻ്റെ പ്രതികരണം നിങ്ങൾ കണ്ടല്ലോ. അത് 50 വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല ആർക്ക്, ഇത് ചെയ്തവർക്കും ഡോക്ടേഴ്സിനും. അല്ലാതെ ഇത് അനുഭവിച്ച വ്യക്തി എന്ന നിലക്ക് നമ്മൾ അന്ന് മുതൽ അനുഭവിക്കുകയാണ് വേദനകൾ. എത്രത്തോളം വേദന ഉണ്ടെന്നുള്ളത് നമുക്ക് വരച്ച് കാണിക്കാൻ കഴിയൂല. ഇത്രയും വലിയൊരു സാധനം, ഒരു നൂല് നമ്മളെ ശരീരത്തിനുള്ളിലായാൽ എത്രത്തോളം വേദന ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരു ആർട്ടറി ഫോർസെപ്സ് ഒക്കെ വർഷങ്ങളോളം കിടക്കുന്നു പറഞ്ഞ് എന്നെ സർജറി ചെയ്ത്, അതായത് 2022 സർജറി ചെയ്ത് പുറത്തെടുത്തിട്ട് ഞാൻ ICU വാർഡിൽ കിടക്കുമ്പോൾ എന്നെ ചെയ്ത ഡോക്ടേഴ്സ് വന്നിട്ട് ഇതേപോലെയുള്ള എല്ലാ ക്വാളിഫിക്കേഷനുള്ള ഡോക്ടേഴ്സാണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. അവർ വന്നിട്ട് എന്നോട് ചോദിച്ച, മോളെ നീ എങ്ങനെയാണ് ഇത്രയും വർഷം ഇതും പേറി നടന്നത് എന്ന്. ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നീ ജീവനോടെ രക്ഷപ്പെട്ടതെന്ന് ഡോക്ടേഴ്സാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഡോക്ടറാണ് അവിടെ പറയുന്നത്, ചിരിച്ച് ആസ്വദിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വേദന, ഇത് അനുഭവിച്ച നമുക്കുണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ പറയാം. കാരണം ഇതിനെതിരെ ഒരു നടപടി ഇനി വരൂല എന്നുള്ള ഒരു ഉറപ്പാണ് അവർക്ക്. കാരണം അവർക്ക് എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. 50 അല്ല 500 വർഷം കിടന്നാലും ഒരു പ്രശ്നവും ഇല്ല.